സുഹൃത്തുക്കളെ, ധ്രുവ് റാഠിയുടെ പുതിയ വീഡിയോ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഓരോ ഇന്ത്യക്കാരനും രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഫാഷിസ്റ്റ് ഭരണകൂടം താഴെ വീണ് അതിന് പകരമായിട്ട് അതിൻ്റെ സ്ഥാനത്ത് ജനാധിപത്യ മതേതര ഭരണകൂടം നിലവിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും, വ്യാജദേശ സ്നേഹികളുടെ കാര്യമല്ല പറയുന്നത്, അങ്ങനെയുള്ള രാജ്യം രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും ഇത് കണ്ടിരിക്കേണ്ടതാണ് ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ ആ വീഡിയോയുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് എനിക്ക് സാധിക്കുന്ന രീതിയിൽ ഇതിൻ്റെ മലയാള പരിഭാഷ ഞാനിപ്പോൾ ഇവിടെ പ്രസിദ്ധീകരിക്കുകയാണ്. സാധാരണ ഞാൻ ധ്രുവ് റാഠിയുടെ വീഡിയോസ് ചെയ്യുമ്പോൾ പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോയുടെ എല്ലാ കണ്ടന്റും, ഇതിൻ്റെ ഇൻപുട്സ്, അതിപ്പോൾ ഗ്രാഫിക്കലായാലും അതിൻ്റെ പിക്ചേഴ്സ് ആയാലും ഇമേജസ്, അതുപോലെ വീഡിയോസ് ആയാലും ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആയാലും എല്ലാം ധ്രുവ് റാഠിയുടെ മാത്രം കോൺട്രിബ്യൂഷനാണ്. ഞാൻ ഇതിനെ മലയാളം പരിഭാഷ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നരേന്ദ്രമോദിക്ക് കീഴിൽ ഇന്ത്യ സ്വേച്ഛാധിപത്യത്തിലേക്ക് പോകുന്നു, ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് പോകുന്നു എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ പലർക്കും സംശയം തോന്നി. പക്ഷേ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ ഇന്ത്യയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് നുണയല്ല, സത്യമാണ് എന്നുള്ള കാര്യം മനസ്സിലാവും. ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മണി ട്രെയിലോ കൺവിക്ഷനോ ഇല്ലാതെ അറസ്റ്റ് ചെയ്തു. 3 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉള്ളതിൽ പുതുതായി വന്ന 2 പേരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാത്രം ഇഷ്ടമനുസരിച്ച് അപ്പോയിന്റ് ചെയ്യുന്നു. സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയായ ഇലക്ടോറൽ ബോണ്ട് സ്കാമിനെ ടെലിവിഷൻ ചാനലുകളിൽ നിന്നും വാർത്താ മാധ്യമങ്ങളിൽ നിന്നും പത്രങ്ങളിൽ നിന്നും അപ്രത്യക്ഷമാക്കിയിരിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് പറയുന്നു അവരുടെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന്. പാർട്ടിക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും പണം ചെലവഴിക്കാൻ സാധിക്കാത്ത വിധം വർഷങ്ങൾ പഴയ കേസുകൾ പൊക്കിയെടുത്തുകൊണ്ടുവന്ന 1700 കോടിയുടെ ഡിമാൻഡ് നോട്ടീസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കോൺഗ്രസിന് അയക്കുന്നു. ഇത് കോൺഗ്രസിന് മാത്രം നേരിടുന്ന അനുഭവമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 11 കോടിയുടെ ടാക്സ് നോട്ടീസ് കിട്ടുന്നു. ഉദ്ധവ് ഠാക്രയുടെ നേതൃത്വത്തിലുള്ള ശിവസേന അമോൽ കീർത്തിക്കർ എന്നു പേരുള്ള ഒരു കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ച് 1 മണിക്കൂറിനകം അദ്ദേഹത്തിന് ഇഡിയുടെ നോട്ടീസ് വരുന്നു. ഇലക്ടോറൽ ബോണ്ടുകളെക്കുറിച്ച് തങ്ങൾ പത്രങ്ങളിൽ കൊടുക്കുന്ന പരസ്യങ്ങൾ പോലും പത്രങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് കോൺഗ്രസ് നേതാവായ സുപ്രിയ ശ്രീനാട്ടെ പറയുന്നു. ഇങ്ങനെ ഈ രാജ്യത്ത് എങ്ങനെ തിരഞ്ഞെടുപ്പ് നടക്കും? അപ്പോൾ ഇങ്ങനെ ഒരു വിഷമസന്ധിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ജനങ്ങൾ എന്ത് ചെയ്യണം ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കാനായി? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ വീഡിയോയിലുണ്ട്. ഒപ്പം ഫാഷിസവും സ്വേച്ഛാധിപത്യമൊന്നും ഇന്ത്യയെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് കരുതിയിരിക്കുന്നവരും ഈ വീഡിയോ കാണേണ്ടതാണ്. നമുക്കിപ്പോൾ ആദ്യം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ കുറിച്ച് സംസാരിക്കാം. സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് കോടതിയിൽ കേസ് തെളിയുന്നതിന് മുൻപായിട്ട് ഒരു സിറ്റിംഗ് ചീഫ് മിനിസ്റ്ററിനെ അറസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ മാസം 21-നാണ് ഇഡി അരവിന്ദ് കെജ്രിവാളിനെ ലിക്കർ പോളിസി കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. ഡൽഹിയുടെ വിദ്യാഭ്യാസ മന്ത്രി മനീഷ് സിസോദിയെയും ഹെൽത്ത് മിനിസ്റ്റർ സത്യേന്ദ്ര ജെയിനെയും ആം ആദ്മി പാർട്ടിയുടെ MP ആയ സഞ്ജയ് സിംഗിനെയെല്ലാം ഇതിനു മുമ്പ് തന്നെ ഇതേ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുകയാണ്. മനീഷ് സിസോദിയ 1 വർഷത്തിൽ കൂടുതലായി ജയിലിലാണ്. സത്യേന്ദ്ര ജെയിൻ ആണെങ്കിൽ 2 വർഷത്തിൽ കൂടുതലായി പുറത്തിറങ്ങിയിട്ടില്ല. ഇവരുടെ ആരുടെയും പേരിൽ ആരോപിക്കപ്പെടുന്ന ഒരു കുറ്റവും കോടതിയിൽ ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. മദ്യമാഫിയയെ സഹായിക്കാൻ പാകത്തിന് മദ്യനയം രൂപീകരിച്ചതിന് പകരമായി 100 കോടി രൂപ ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് കിട്ടി എന്നുള്ളതാണ് ഇഡിയുടെ കേസ്. എന്നാൽ ഇഡിയും CBIയും കഴിഞ്ഞ 2 വർഷമായി ഈ കേസുകളെല്ലാം ഇഴകീറി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും 1000-ഓളം സാക്ഷികളെ ചോദ്യം ചെയ്തതിനു ശേഷവും 500-ഓളം റെയ്ഡ് നടത്തിയതിനു ശേഷവും പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരായി ഒരു തെളിവും കിട്ടിയിട്ടില്ലെന്ന് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ നേതാവായ ആതിഷി പറയുന്നു. ഈ കേസിൽ മണി ട്രെയിൽ ഇല്ലെന്ന് മാത്രമല്ല, സർക്കാർ ഈ രീതിയിൽ മദ്യനയം മാറ്റിയതുകൊണ്ട് ഖജനാവിന് ലാഭമാണ്, നഷ്ടമല്ല ഉണ്ടായിട്ടുള്ളതെന്നാണ് മനീഷ് സിസോദിയയുടെ അഡ്വക്കേറ്റ് കോടതിയിൽ പറഞ്ഞത്. അപ്പോൾ പിന്നെ തെളിവുകൾ പോലും ഇല്ലാതെ കോടതിക്ക് എങ്ങനെ ഇവരെ അനിശ്ചിതകാലത്തേക്ക് ജയിലിലടയ്ക്കാൻ സാധിക്കും? ഇതിനുള്ള ഉത്തരമാണ് PMLA ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. ഈ നിയമം 2018 നരേന്ദ്രമോദിയുടെ സർക്കാർ അമെൻഡ് ചെയ്യുന്നു. എന്നിട്ട് ജാമ്യം കിട്ടുക എന്നുള്ളത് വളരെയേറെ പ്രയാസകരമാക്കുന്നു. സാധാരണ കേസുകളിലെല്ലാം ഇന്നസെന്റ് അൺടിൽ പ്രൂവൺ ഗിൽറ്റി, അതായത് തെറ്റ് തെളിയിക്കുന്ന, കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് വരെ നിങ്ങൾ നിരപരാധിയാണെന്നല്ലേ കോടതി പറയുന്നത്. പക്ഷേ ഇതിൽ നേരെ തിരിച്ചാണ്. ഇതിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് കുറ്റാരോപിതന്റെ മാത്രം ചുമതലയായി മാറുന്നു. ഈ അമെൻമെന്റിൽ തന്നെയാണ് ഇഡിക്ക് കൂടുതൽ പ്രഹരശേഷിയും മോദി സർക്കാർ കൊടുത്തത്. ഇനി നിങ്ങൾ അറിയേണ്ട കാര്യം, അരവിന്ദ് കെജ്രിവാളിന്റെ ഈ അറസ്റ്റിന് പിന്നിൽ മറ്റൊരു ഇലക്ടോറൽ ബോണ്ട് തട്ടിപ്പ് കൂടിയുണ്ട് എന്നുള്ളതാണ്.
അരവിന്ദ് കെജ്രിവാളിനെ ഈ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പ്രധാനമായും ഒരു സാക്ഷിമൊഴിയുടെ ബലത്തിലാണ്. ആ മൊഴി കൊടുത്തത് ഒർബിന്ദോ ഫാർമയുടെ ഡയറക്ടറായ ശരത് റെഡ്ഡിയാണ്. 2022 നവംബർ 9 ചോദ്യം ചെയ്യാനായി ശരത് റെഡ്ഡിയെ ഇ ഡി വിളിച്ചു വരുത്തുന്നു. അന്ന് ഇയാളുടെ മൊഴി കേജ്രിവാളിന് അനുകൂലമായിരുന്നു. അതുകൊണ്ട് പിറ്റേ ദിവസം തന്നെ ഇ ഡി ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത 5 ദിവസത്തിന് ശേഷം ഇയാൾ 5 കോടിയുടെ ഇലക്ടോറൽ ബോണ്ടുകൾ വാങ്ങുന്നു. ആ പണം മുഴുവൻ പോയത് BJPക്കാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അറസ്റ്റിലായ ശേഷം 6 മാസത്തേക്ക് ഇയാൾ ജയിലിലാണ്. ഈ ജയിലിലുള്ള സമയത്ത് ഇ ഡി ഇയാളെ നിരന്തരം ചോദ്യം ചെയ്യുന്നു. 9 തവണ പ്രത്യേകം ഇയാളെ വേറെ ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ 9 തവണ ഇയാൾ കൊടുത്ത സ്റ്റേറ്റ്മെന്റും അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായിരുന്നു. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം കേജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിൽ തന്റെ ഭാഗം പറയുന്ന ഓഡിയോ ലീക്ക് ആയതിൽ നിന്നാണ് ഈ വിവരങ്ങളെല്ലാം ഇപ്പോൾ ലോകം പുറത്തറിയുന്നത്. അങ്ങനെ 6 മാസം ജയിലിൽ കിടന്നതിന് ശേഷം ഏപ്രിൽ 2023 ഇദ്ദേഹം കൊടുക്കുന്ന മൊഴി കേജ്രിവാളിനെതിരാവുന്നു. അടുത്ത മാസം ഇ ഡി ഇദ്ദേഹത്തിന് PMLA കേസിൽ ബെയിൽ കൊടുക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് PMLA കേസിൽ ബെയിൽ കൊടുക്കാൻ വളരെ പ്രയാസമാണല്ലോ, എങ്ങനെ ഇദ്ദേഹത്തിന് കിട്ടിയെന്ന് കൂടി നിങ്ങൾ അറിയണം. അടുത്ത മാസം ജൂൺ 2023 ഇദ്ദേഹം ഈ കേസിൽ ഇ ഡിയുടെ മാപ്പുസാക്ഷിയാവുന്നു, അപ്രൂവറായി മാറുന്നു. 6 മാസത്തിന് ശേഷം ഇദ്ദേഹം 25 കോടി കൂടി BJPക്ക് ഇലക്ടോറൽ ബോണ്ട് വഴി സംഭാവന ചെയ്യുന്നു. അങ്ങനെ ഇയാളുടെ കമ്പനി വാങ്ങിക്കൂട്ടിയ 52 കോടിയുടെ ഇലക്ടോറൽ ബോണ്ടുകളിൽ 2/3, അതായത് പകുതിയിൽ കൂടുതൽ 34 കോടിയോളം BJPക്ക് മാത്രമാണ് പോയിട്ടുള്ളത്. 15 കോടി TRSനും 2.5 കോടി തെലുങ്ക് ദേശത്തിനും ഇദ്ദേഹം കൊടുത്തു. അപ്പോൾ യഥാർത്ഥ മണി ട്രെയിൽ പരിശോധിച്ചാൽ പണം കിട്ടിയിട്ടുള്ളത് BJPക്കാണോ ആം ആദ്മി പാർട്ടിക്കാണോ എന്ന് നിങ്ങൾ തന്നെ ഇത്രയും കേട്ടതിൻ്റെ വെളിച്ചത്തിൽ തീരുമാനിച്ചോളുക. ഇ ഡി അയച്ച സമൻസുകളെല്ലാം കേജ്രിവാൾ ഒഴിവാക്കിയിരുന്നു. കാരണം അദ്ദേഹം പറയുന്ന ഇ ഡിയുടെ ഒരേ ഒരു ഉദ്ദേശം എന്നെ അറസ്റ്റ് ചെയ്യുക, അതിനുശേഷം ഡൽഹിയിലെയും പഞ്ചാബിലെയും ആം ആദ്മി പാർട്ടിയുടെ സർക്കാരുകളെ മറിച്ചിടുക. ഇതാണ് ഇ ഡി BJPക്ക് വേണ്ടി ചെയ്യുന്നത് എന്നാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിന് മുമ്പായിട്ട് പറഞ്ഞത്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഭയം ബാധിച്ച ചക്രവർത്തി ജനാധിപത്യത്തെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നാണ്. മീഡിയയെ സമ്മർദ്ദത്തിലാക്കുന്നു, പണം കൊടുത്ത് പ്രതിപക്ഷത്തെ MLA-മാരെയും MP-മാരെയും ചാക്കിലാക്കുന്നു, കോർപ്പറേറ്റുകളുടെ പണം ഇ ഡിയെ കാണിച്ച് ഭയപ്പെടുത്തി കവർന്നെടുക്കുന്നു, പ്രധാന പ്രതിപക്ഷ കക്ഷിയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു, ജനാധിപത്യ മാർഗങ്ങളിലൂടെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിമാരെ തെളിവുകൾ പോലുമില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നു. കുറെ കാലമായി കോൺഗ്രസ് പാർട്ടിയെ തകർക്കാനുള്ള ശ്രമവും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തുറന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ അങ്ങേയറ്റം അപഹാസ്യമായ ഒരു കേസിൽ രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം വരെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത് നിങ്ങൾ കണ്ടതാണ്. അന്ന് സുപ്രീം കോടതി ശരിയായ വിധി രാഹുൽ ഗാന്ധിക്ക് കൊടുത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ 2 ഓപ്പോസിഷൻ പാർട്ടീസിന്റെ നേതാക്കന്മാർ ഇന്നേ ദിവസം ജയിലിലാകുമായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ ഫ്രീസ് ചെയ്തിരിക്കുന്നതിന്റെ കാരണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഡെഡ് ലൈനിന് മുമ്പായിട്ട് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്തത് കൊണ്ടാണത്രേ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തത്. പിന്നെ മറ്റൊരു കാരണം ഇവർ പറയുന്നത് 31 വർഷം മുമ്പ് സംഭവിച്ച ഏതോ ഒരു സംഭവത്തിന്റെ പേരിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു എന്നാണ്. മാർച്ച് 29, അതായത് ഒരു 2-3 ദിവസം മുമ്പ് കോൺഗ്രസിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അയച്ചിരിക്കുന്ന 1700 കോടിയുടെ ടാക്സ് നോട്ടീസാണ്. അതേ ദിവസം CPIക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് 11 കോടിയുടെ പണം കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവിടെ അവർ ചെയ്തതായി പറയുന്ന കുറ്റം പഴയ പാൻ കാർഡ് ഉപയോഗിച്ച് ടാക്സ് റിട്ടേൺ സമർപ്പിച്ചു എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് മൂർധന്യത്തിലെത്തി നിൽക്കുന്ന ഈ സമയത്ത് ഓരോ പാർട്ടിയുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുകയും അതുപോലെ അവരുടെ കയ്യിലുള്ള പണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് പെനൽറ്റി ആയിട്ട് അടയ്ക്കാൻ പറഞ്ഞ് നോട്ടീസ് കൊടുക്കുകയും ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാവാതിരിക്കാനുള്ള നരേന്ദ്രമോദിയുടെ കളികൾ തന്നെ. കോൺഗ്രസ് മാത്രമല്ല, മറ്റു പാർട്ടികൾ ഇത് തന്നെ പറയുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവും MP-യുമായ സാകേത് ഗോഖലെക്ക് 72 മണിക്കൂറിനുള്ളിൽ ഇൻകം ടാക്സിൽ നിന്ന് വന്നത് 11 ടാക്സ് നോട്ടീസാണ്. രാജ്യത്തെ ജനാധിപത്യം ഇത്രയും മോശമായ രീതിയിൽ സർക്കാർ അട്ടിമറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോക ശ്രദ്ധ ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ ശോചനീയാവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ജർമ്മൻ ഫോറിൻ മിനിസ്ട്രി അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ ഫ്രീ ആൻഡ് ഇംപാർഷ്യൽ ട്രയൽ നടക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനുശേഷം അമേരിക്കയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു. ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് UN സെക്രട്ടറി ജനറൽ പറയുന്നു, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഫ്രീ ആൻഡ് ഫെയർ അറ്റ്മോസ്ഫിയറിൽ വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന്. ഇതിൽ നിന്ന് തന്നെ ഇന്ത്യൻ ജനാധിപത്യം എത്തിയിട്ടുള്ള അപകടകരമായ സ്ഥിതി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. BJP സ്ഥിരമായി പറയുന്ന അബ്കി ബാർ 400 പാറിന്റെ രഹസ്യം, അതിന്റെ പിന്നിലുള്ള യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് കർണാടകത്തിൽ നിന്നുള്ള BJP MP-യായ അനന്ത് കുമാർ ഹെഗ്ഡെ പറയുന്നുണ്ട്. 400-ൽ കൂടുതൽ സീറ്റുകൾ കിട്ടിയിട്ട് വേണം തങ്ങൾക്ക് ഭരണഘടനയെ അട്ടിമറിക്കാൻ എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. BJPയുടെ രാഷ്ട്രീയത്തിനെതിരെ നിൽക്കുന്നവരും പാർട്ടിയെ ചോദ്യം ചെയ്യുന്നവരും നരേന്ദ്രമോദിക്കെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്നവർക്ക് മാത്രമേ EDയുടെ വേട്ടയാടൽ നേരിടേണ്ടി വരുന്നുള്ളൂ എന്നൊരവസ്ഥയും കൂടിയുണ്ട്.
NCPയുടെ നേതാവായ പ്രഫുൽ പട്ടേലിനെതിരെ CBI കൊടുത്തിരുന്ന കറപ്ഷൻ കേസെല്ലാം അദ്ദേഹം NDAയിൽ ചേർന്നതോടെ വിഡ്രോ ചെയ്യുന്നത് നമ്മൾ കണ്ടു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന നവീൻ ജിൻഡലിനെതിരെ കോൾഗേറ്റ് സ്കാമിൽ കേസ് നടക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം കോൺഗ്രസ് വിട്ട് BJPയിൽ ചേരുന്നു, കേസ് പിൻവലിക്കുന്നു. ഇനി നമുക്ക് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് കൂടി സംസാരിക്കാം. രാജ്യത്ത് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് ഇലക്ഷൻ നടത്തേണ്ട ബാധ്യത ഇലക്ഷൻ കമ്മീഷനാണല്ലോ. അവിടെ നടക്കുന്ന അട്ടിമറികൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. മാർച്ച് 9 ഇലക്ഷൻ കമ്മീഷണറായിരുന്ന അരുൺ ഗോയൽ രാജിവെക്കുന്നു. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ രാജീവ് കുമാർ പറഞ്ഞത് അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ രാജിവെക്കുന്നുവെന്നാണ്. പക്ഷേ അരുൺ ഗോയൽ തന്നെ പിന്നീട് വന്ന് പറഞ്ഞു, എനിക്ക് ആരോഗ്യത്തിന് യാതൊരു കുഴപ്പവുമില്ലെന്ന്. ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണ് അരുൺ ഗോയൽ രാജിവെച്ചതെന്നുള്ള കാര്യം പിന്നീട് പുറത്തു വന്നതാണ്. അരുൺ ഗോയൽ രാജിവെച്ചതോടെ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ സ്ഥാനം വേക്കൻ്റ് ആയിട്ട് വന്നു. പ്രധാനമന്ത്രിക്കും ലീഡർ ഓഫ് ദി ഓപ്പോസിഷനും പുറമെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം ഈ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന 3 മെമ്പർ പാനലിലെ 3ാമത്തെ അംഗം എന്ന് സുപ്രീം കോടതിയുടെ വിധിയുള്ളതാണ് 2023. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ പിന്നീട് അതിനെ അട്ടിമറിക്കുകയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ആ സ്ഥാനത്ത് നിന്ന് എടുത്തു കളഞ്ഞിട്ട് നരേന്ദ്രമോദിക്ക് വഴങ്ങി നിൽക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി മതി എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഇത് പ്രകാരം നരേന്ദ്രമോദിയും അമിത്ഷായും പുറമെ കോൺഗ്രസിന്റെ ഒരു നേതാവും മാത്രം അംഗങ്ങളായിട്ടുള്ള ഒരു പാനലാണ് ഈ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ പിന്നീട് തീരുമാനിച്ചത്. ഇതിൽ മോദിക്കും അമിത്ഷായ്ക്കും ഒപ്പം ഈ പാനൽ മെമ്പറായിരുന്ന കോൺഗ്രസ് നേതാവായ അധീർ രഞ്ജൻ ചൗധരി പറഞ്ഞത്, തനിക്ക് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തലേ ദിവസം രാത്രിയാണ് 212 പേരുടെ ഷോർട്ട് ലിസ്റ്റ് കൈമാറിയതെന്നും പിറ്റേന്ന് ഉച്ചയ്ക്ക് ഈ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള മീറ്റിംഗ് നടത്തുമ്പോഴേക്ക് ജ്ഞാനേഷ് കുമാറിനെയും സുഖ്ബീർ സിംഗ് സന്ധുവിനെയും മോദിയും അമിത്ഷായും കൂടെ തിരഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നുവെന്നുമാണ്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന് എങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തിന്റെ അമരക്കാരായ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ ഏകപക്ഷീയമായി തീരുമാനിച്ചതെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഈ ചെയ്തത് തെറ്റാണെന്ന് സുപ്രീം കോടതി പറഞ്ഞെങ്കിലും തിരഞ്ഞെടുപ്പ് മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഈ സമയത്ത് ഈ 2 അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ചെയ്താൽ വലിയ അനിശ്ചിതാവസ്ഥ ഉണ്ടാവുമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി സംഗതി പോട്ടേന്ന് വെച്ചു. അപ്പോൾ ആരൊക്കെയാണ് ഈ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ്? ഒരാൾ ജ്ഞാനേഷ് കുമാർ, അമിത്ഷായുടെ ആഭ്യന്തര വകുപ്പിൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് ഇദ്ദേഹം. രണ്ടാമത്തെ ആൾ മോദി സർക്കാരിന് കീഴിൽ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള സുഖ്ബീർ സന്ധു. ഇദ്ദേഹം ഉത്തരാഖണ്ഡിലെ ചീഫ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് മോദി സർക്കാരിന് കീഴിൽ പ്രവർത്തിച്ചിരുന്ന, മോദി സർക്കാരിന് വേണ്ടി സ്തുത്യർഹമായ സേവനം, അതായത് സർക്കാർ പറയുന്നത് അതേപടി അക്ഷരം പതി അനുസരിച്ച് പോകുന്ന 2 സെക്രട്ടറിമാർക്ക് എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ ഉദ്യോഗക്കയറ്റം കൊടുത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? സർക്കാർ പറയുന്നത് കേട്ട് സർക്കാരിന്റെ ഉത്തരവുകൾ പാലിച്ചു വരുന്ന അനുസരണയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമാണ് ഇലക്ഷൻ കമ്മീഷണറുടെ പോസ്റ്റിംഗ് എന്നുള്ളതല്ലേ. ഇവരെങ്ങനെയാണ് നിഷ്പക്ഷമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുമെന്ന് നമ്മൾ വിശ്വസിക്കുക? അപ്പോൾ ബാക്കി ജനാധിപത്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളും തകരുമ്പോൾ പിന്നീട് ജനങ്ങൾ എവിടെയാണ് പ്രതീക്ഷ അർപ്പിക്കുക? കോടതികളിലെ. പക്ഷേ കോടതികളിൽ നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ നടക്കുന്ന അട്ടിമറികളെ കുറിച്ചുകൂടി നമുക്കൊന്ന് പറയാം. മാർച്ച് 8 ഇതുപോലെ ഞെട്ടിക്കുന്ന ഒരു സംഭവം കാൽക്കട്ട ഹൈക്കോടതിയിൽ നടക്കുന്നു. അവിടെ സിറ്റിംഗ് ജഡ്ജിയായ അഭിജിത് ഗംഗോപാധ്യായ രാജിവെക്കുന്നു. 2 ദിവസത്തിന് ശേഷം അദ്ദേഹം BJPയിൽ ചേരുന്നു. താൻ ഹൈക്കോടതിയിൽ ജഡ്ജിയായിരിക്കുന്ന സമയത്ത് തന്നെ BJPയുമായി പാർട്ടിയിൽ ചേരുന്ന കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നുവെന്നും ഇദ്ദേഹം പറയുന്നു. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന കേട്ടുകഴിഞ്ഞാൽ ഒരു ജഡ്ജിയായിരുന്ന ആളിൽ നിന്ന് എത്രമാത്രം നിഷ്പക്ഷത നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും എന്നോർത്ത് നമുക്ക് തന്നെ ഒരു പക്ഷെ നാണമായി പോകും. ഇദ്ദേഹം പറഞ്ഞത് ഗാന്ധിയും ഗോഡ്സെയും തമ്മിൽ ആരെ തിരഞ്ഞെടുക്കണമെന്ന് തനിക്ക് നിശ്ചയമില്ലെന്നാണ്. ബെയിൽ ഇസ് ദ റൂൾ, ജയിൽ ഇസ് ദ എക്സെപ്ഷൻ എന്നുള്ളതാണ് കോടതി കാര്യങ്ങളിൽ സാധാരണ ഉള്ള ഒരു പ്രിൻസിപ്പിൾ. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ലോവർ കോർട്സിന്റെ കാര്യത്തിൽ നേരെ മറിച്ചാണ് സംഗതികൾ നടക്കുന്നത് എന്ന ആശങ്ക കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ചന്ദ്രചൂഡാണ്. അതിന്റെ അർത്ഥം ലോവർ കോടതികളിലെ ജഡ്ജിമാർ ശരിയായ രീതിയിൽ വിധി കൽപ്പിക്കാനും ജാമ്യത്തിന് അർഹതയുള്ളവർക്ക് ജാമ്യം കൊടുക്കാനും ഭയപ്പെടുന്നുവെന്നാണ്. ഇത് അഡ്വക്കേറ്റ് ദുഷ്യന്ത് ദവേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ജഡ്ജിമാരെല്ലാം ഭയന്നിരിക്കുകയാണെന്ന്. ഇനി ഇന്ത്യയിൽ ജനാധിപത്യം തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ, അങ്ങനെ യഥാർത്ഥത്തിൽ ജനാധിപത്യം തകർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ധ്രുവ് റാഠി വീഡിയോസൊക്കെ ചെയ്യുന്നത്? അദ്ദേഹത്തെ പിടിച്ച് എന്തുകൊണ്ട് ജയിലിലിടുന്നില്ല, എൻ്റെ വായ എന്തുകൊണ്ട് അടച്ചു കെട്ടുന്നില്ല എന്ന് ചോദിക്കുന്ന ചിലരുമുണ്ട്. സീനിയർ മാധ്യമ പ്രവർത്തകനായ ദ പ്രിന്റിലെ ശേഖർ ഗുപ്ത ഇതേ രീതിയിൽ ഒരു അഭിപ്രായ പ്രകടനം എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് പറഞ്ഞിരുന്നു. സ്ക്രീനിൽ കാണുന്ന ഈ വീഡിയോ എന്ന് നോക്കൂ, എന്നിട്ട് നിങ്ങൾ പറയൂ, ഈ കാറ് പൊട്ടിപ്പൊളിഞ്ഞതാണോ അതോ ഇപ്പോഴും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതാണോ എന്ന്. തലയ്ക്ക് വെളിവുള്ള ഏതൊരു മനുഷ്യനും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ കാർ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് നാമാവശേഷമായി കഴിഞ്ഞുവെന്ന്. പക്ഷേ ശേഖർ ഗുപ്ത പറയും, ഈ കാറിന് കുഴപ്പമൊന്നുമില്ല, ഡ്രൈവറുണ്ട്, 4 ചക്രങ്ങളും ഉരുളുന്നുണ്ട്, വണ്ടി ഓടുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് പ്രശ്നമെന്ന്.
എൻ്റെ വായടച്ച് കെട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ജനാധിപത്യം തകരുന്നില്ല എന്ന് പറയുന്ന മനുഷ്യർ ഇതുപോലെ വായടച്ച് കെട്ടപ്പെട്ട എത്രയോ പത്രപ്രവർത്തകരുടെ കാര്യം വളരെ കൺവീനിയൻ്റ് ആയിട്ട് മറന്നു പോകുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. നരേന്ദ്രമോദിക്കെതിരെ പോസ്റ്റർ പതിച്ചതിന് 100ഓളം ആളുകൾക്കെതിരെ FIR ഇടുകയും 6 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത വാർത്ത നമ്മൾ കേട്ടതാണ്. ഉത്തർപ്രദേശിലെ സർക്കാർ സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിന് കുട്ടികൾക്ക് ചപ്പാത്തിയും ഉപ്പുമാണ് കൊടുക്കുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്ത ഫ്രീലാൻസ് ജേർണലിസ്റ്റായ പവൻ ജയ്സ്വാളിനെതിരെ കേസ് വരുന്നു. രാജ്യത്തിന് ജനാധിപത്യം നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡിക്റ്റേറ്റർഷിപ്പ് പൂർണ്ണമായും വന്നു കഴിഞ്ഞു എന്നല്ല. രാജ്യത്ത് 100% ഡിക്റ്റേറ്റർഷിപ്പ് വന്നു എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. രാജ്യം ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഡിക്റ്റേറ്റർഷിപ്പ് ഡെമോക്രസിയും എന്ന് പറയുന്നത് ഒരു സ്കെയിലാണ്. ജനാധിപത്യം എത്രമാത്രം ശക്തമാണെന്നുള്ളത് ഈ റേറ്റിംഗ് സ്കെയിലിന്റെ ബലത്തിൽ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കപ്പെടുന്നത്. ആളുകൾ സ്വന്തം വണ്ടിയിൽ ആരെങ്കിലും ഒന്ന് ചെറുതായി സ്ക്രാച്ച് ചെയ്താൽ വലിയ പ്രശ്നമുണ്ടാക്കും. പക്ഷേ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുമ്പോഴും അത് ഓടുന്നുണ്ടല്ലോ. അതുകൊണ്ട് ജനാധിപത്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ആശ്വസിക്കുന്ന മാധ്യമപ്രവർത്തകരെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാണ്? ഇത്രയും മോശമായ രീതിയിൽ ജനാധിപത്യത്തിൻ്റെ വണ്ടി പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായിരിക്കുന്നത് കണ്ടിട്ടും നിങ്ങൾ ജനാധിപത്യം നശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സമാധാനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദേശഭക്തരാണെന്ന് സ്വയം അവകാശപ്പെടുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഈ വർഷം പുറത്തുവന്ന ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ടിൽ ഇന്ത്യയെ വിളിച്ചിരിക്കുന്നത് ഇലക്ടോറൽ ഓട്ടോക്രസി എന്നാണ്. അതായത് ജനാധിപത്യത്തിൻ്റെ പുറംതോട് മാത്രമുള്ള തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഒരു സ്വേച്ഛാധിപത്യം. അതാണ് ഇന്ത്യ എന്നാണ് അവർ പറയുന്നത്. ഇത് ഫുൾ ഡിക്റ്റേറ്റർഷിപ്പിൽ നിന്ന് വെറും 2 അടി മാത്രം ദൂരെയാണ്. ഇതിൻ്റെ അർത്ഥം ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് വോട്ട് ചെയ്യാനുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് തന്നെയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ കൃത്യമായി നടക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. ഇപ്പോൾ രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനാധിപത്യ അട്ടിമറികളെക്കുറിച്ച് ഏറ്റവും ഫ്രീ ആയിട്ട്, ഏറ്റവും ധൈര്യമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ യൂട്യൂബ് ചാനൽസ് ആണ്. ആ സോഷ്യൽ മീഡിയയിൽ കൂടി വായ മൂടിക്കെട്ടാനുള്ള ശ്രമം നരേന്ദ്രമോദി സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിലേക്കുള്ളൊരു ചുവടുവയ്പ്പാണ് കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻ ബിൽ. യൂട്യൂബ് ചാനൽസും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും വാട്സാപ്പും ഫേസ്ബുക്ക് അക്കൗണ്ടും എല്ലാം ഉള്ള ആളുകൾക്ക് രാജ്യത്ത് ബ്രോഡ്കാസ്റ്റേഴ്സിന് ബാധകമായ നിയമങ്ങളെല്ലാം ബാധകമാക്കാൻ പോകുന്നു എന്നർത്ഥം. സർക്കാർ ഇതിന്റെ ഭാഗമായിട്ട് ഒരു സെൻട്രൽ ഇവാലുവേഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നു. അവരുടെ ജോലി ഈ പറയുന്ന പോലെ ഓരോ ബ്രോഡ്കാസ്റ്ററും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും പരിശോധിച്ച് സർട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇവർ അപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പിന്നെ ഈ ബ്രോഡ്കാസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് വരും. ഇത് പ്രകാരമുള്ള വേറൊരു കാര്യം, നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് യൂട്യൂബ് ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സർക്കാരിനെതിരായി, അല്ലെങ്കിൽ സർക്കാരിന് അപകടകരം എന്ന് ഈ സർക്കാരിൻ്റെ കമ്മിറ്റി തന്നെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വീട് റെയ്ഡ് ചെയ്ത് എക്യുപ്മെൻറ്റ്സ് എല്ലാം പിടിച്ചെടുക്കാനുള്ള അധികാരവും ഈ ബില്ല് സർക്കാരിന് കൊടുക്കുന്നു. അപ്പോൾ പിന്നെ എന്നെപ്പോലെയുള്ളവരുടെ ശബ്ദവും സർക്കാർ പൂർണ്ണമായും ഞെരിച്ച് അമർത്തി ഇല്ലാതാക്കി കഴിയുമ്പോൾ പിന്നെ സർക്കാരിനെതിരെ ശബ്ദിക്കാൻ ബാക്കി ആരും ഉണ്ടാവില്ല. ഇനി 24 മണിക്കൂറും നരേന്ദ്രമോദിക്ക് സ്തുതിപാഠകരായിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ട്. അവരൊരു പക്ഷെ ചിന്തിച്ചേക്കാം, എനിക്കൊന്നും നഷ്ടപ്പെടാനല്ലോ, കാരണം ഞാൻ മോദിജിയെ ഹാപ്പിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന്. എന്നാൽ സ്ഥിതി അങ്ങനെയല്ല എന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ലഡാക്കിൽ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെതിരെ പ്രതിഷേധിച്ച് നിരാഹാര സമരം കിടക്കുന്ന സോനം വാങ്ചുക് ആർട്ടിക്കിൾ 370 സപ്പോർട്ട് ചെയ്ത ആളാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് നിരാഹാര സമരം 21 ദിവസമായി. ഇപ്പോഴും മോദിജി അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഒരു ഡിക്റ്റേറ്ററെ സംബന്ധിച്ച് അയാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അയാളുടെ പണവും അധികാരവും മാത്രമാണ്. മറ്റൊന്നും അയാൾക്ക് പ്രശ്നമല്ല. ഈ സർക്കാരിനെ നേരത്തെയൊക്കെ അനുകൂലിച്ചിരുന്ന കർഷകർക്ക് ഒരാവശ്യം വന്നപ്പോൾ അവർ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാരിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ സർക്കാർ അവരുടെ ചട്ടുകങ്ങളായ ഗോദി മീഡിയയെ കൊണ്ട് ഇവരെ ദേശദ്രോഹികൾ എന്ന് വിളിപ്പിക്കുന്നത് നിങ്ങൾ കേട്ടതാണല്ലോ. ഡിക്റ്റേറ്റർഷിപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിത്യജീവിതത്തിൽ എന്തൊക്കെ അനീതികൾ നേരിടേണ്ടി വരുന്നോ അതിനെതിരെ പ്രതിഷേധിക്കാൻ പോയിട്ട് വായ തുറക്കാൻ പോലുമുള്ള അധികാരം ഉണ്ടാവില്ല. അങ്ങനെ വായ തുറന്നാൽ സർക്കാരിൻ്റെ പട്ടാളവും പോലീസും വന്ന് നിങ്ങളെ കൈകാര്യം ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ രാജ്യത്ത് ഒരു മാധ്യമവും ഉണ്ടാവില്ല. എന്നെപ്പോലുള്ള യൂട്യൂബേഴ്സ് പോലും ഉണ്ടാവില്ല. കേന്ദ്ര സർക്കാരിൻ്റെ 9.5 ലക്ഷം തൊഴിലുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഹയറിംഗ് പ്ലാറ്റ്ഫോമായ ഇൻഡീഡ് പറയുന്നത് ഡിസംബർ 2021 മുതൽ ഫ്രഷർ ജോബ് പോസ്റ്റിംഗ്സ് 8.5% കുറഞ്ഞുവെന്നാണ്. IT സെക്ടറിലും 14% ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞിരിക്കുന്നു. യുദ്ധക്കെടുതി നേരിടുന്ന ഏത് നിമിഷവും തലയിൽ ബോംബ് വീഴാവുന്ന യുദ്ധപ്രദേശങ്ങളിലേക്ക് പോലും ഇന്ത്യയിലെ പല സംസ്ഥാന സർക്കാരുകളും ആളുകളെ കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ചെറുപ്പക്കാർക്ക് തൊഴിലില്ല എന്നത് തന്നെ. ഇസ്രായേൽ സർക്കാർ അവിടുത്തെ നിസ്സാര ജോലികൾക്കായി 30,000-ഓളം പേരെ പുറം രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ അതിൽ 1/3 ഏതാണ്ട് 10,000 ജോലിക്കാരും പോകുന്നത് ഇന്ത്യയിൽ നിന്നാണെന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് തൊഴിലില്ലായ്മയുടെ അവസ്ഥ. വിലക്കയറ്റത്തിന്റെ കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാവുന്നതാണല്ലോ.
82 കോടി ജനങ്ങൾക്കാണ് സർക്കാർ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നുവെന്ന് നിർമ്മലാ സീതാരാമൻ ധനകാര്യമന്ത്രി തന്നെ കൊട്ടിഘോഷിക്കുന്നത്. 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തെ 82 കോടി ജനങ്ങളും പ്രധാനമന്ത്രിയുടെ ഗരീബ് കല്യാൺ യോജനയ്ക്ക് അർഹരായി എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും സാധാരണക്കാരുടെ ജനങ്ങളുടെ പട്ടിണിയും എല്ലാം എവിടെയാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ഇനി ഇതെല്ലാം കേൾക്കുമ്പോൾ ചിലർ പറയുന്നത്, അയ്യോ നിങ്ങൾ എന്താണ് മോദിയെക്കുറിച്ച് മാത്രം പറയുന്നത്, ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ പറയാത്തത് എന്തുകൊണ്ടാണെന്ന്. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ സമയത്ത് ഞാൻ ജനിച്ചിട്ട് പോലുമില്ല. ഞാൻ അന്നുണ്ടായിരുന്നു. അന്ന് യൂട്യൂബ് ചാനലിന് ഒരു മാധ്യമം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും ചെയ്യുമായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ മാത്രമല്ല, ബ്രിട്ടീഷുകാരുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെയും സമരം ചെയ്ത് നമ്മുടെ പൂർവികർ നമുക്ക് നേടിയെടുത്ത ജനാധിപത്യം ഇപ്പോൾ അപകടത്തിലായിരിക്കുന്നു എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവൽക്കാരായി സ്വയം ധരിക്കുകയും പെരുമാറുകയും ചെയ്യണം. അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ 4 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യമായി നിങ്ങളുടെ ശബ്ദം ഉയർത്തുക. ഈ വീഡിയോ കുറഞ്ഞത് 100 പേർക്കെങ്കിലും നിങ്ങൾ ഫോർവേഡ് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക. രണ്ടാമത്തെ കാര്യം, വോട്ടിംഗ് ഡേയിൽ പോയി നിങ്ങൾ വോട്ട് ചെയ്യുക. ഞാൻ മാത്രം വോട്ട് ചെയ്തുകൊണ്ട് എന്താണ് പ്രയോജനം, ഒരാളുടെ വോട്ട് കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാവാനാണ് എന്ന് ചിന്തിക്കാതിരിക്കുക. ഓരോരുത്തരുടെയും വോട്ട് ജനാധിപത്യത്തിൽ പ്രധാനമാണ്. സർക്കാരിൻ്റെ ഇലക്ടോറൽ റോളിൽ നിങ്ങളുടെ പേരുണ്ട് എന്ന് ഉറപ്പുവരുത്താനായി സ്ക്രീനിൽ കാണുന്ന ലിങ്ക് ചെക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ പേര് അവിടെ ഇല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ പോയി നിങ്ങൾ പുതുതായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മൂന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവരോട് വോട്ട് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുക. 30 മുതൽ 35% വോട്ടർമാർ പലപ്പോഴും വോട്ട് ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ ഈ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ ജനങ്ങളോട് തീർച്ചയായും സംസാരിച്ചിരിക്കണം. അത് നിങ്ങളുടെ കടമയാണ്. ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ സ്ഥിതി മാറില്ല എന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾ അവസാനിപ്പിക്കുക. ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യുക. എൻ്റെ 1 കോടിയിൽ കൂടുതലുള്ള സബ്സ്ക്രൈബേഴ്സിൽ ഓരോരുത്തരും 100 പേരോട് ഈ വിധം കാര്യങ്ങൾ സംസാരിച്ചാൽ രാജ്യത്തെ 100 കോടി ജനങ്ങളിലേക്ക് നാം ഈ മെസ്സേജ് എത്തിച്ചു എന്നർത്ഥം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാലാമത് ഞാൻ പറയുന്നതാണ്. ഇത് പറയുന്നത് നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയോ വെറുപ്പ് പടർത്തിയോ അല്ല, സ്നേഹം പങ്കുവെച്ചുകൊണ്ടായിരിക്കണം. അവിശ്വാസത്തിൻ്റെയും വെറുപ്പിൻ്റെയും അഴുക്കുകളെ നമുക്ക് സ്നേഹത്തിൻ്റെ നദിയിൽ ഒഴുക്കിക്കളയാം. അപ്പോൾ 4 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ശബ്ദമുയർത്തുക, നിങ്ങൾ വോട്ട് ചെയ്യുക, മറ്റുള്ളവരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുക. ഇതെല്ലാം സ്നേഹത്തിൻ്റെ ഭാഷയിൽ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാനാവും. ഇൻക്ലാബ് സിന്ദാബാദ്, ജയ് ഹിന്ദ്. ധ്രുവ് റാഠി പറഞ്ഞ പല കാര്യങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ ഇതിനു മുമ്പ് പങ്കുവച്ചിട്ടുള്ളതാണ്, നമ്മൾ തന്നെ വീഡിയോസിൽ എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. ഏതായാലും ഇദ്ദേഹം പറഞ്ഞതിൽ കൂടുതലായി എനിക്ക് മറ്റൊന്നും പറയാനില്ല. ഈ വീഡിയോ നിങ്ങൾ കഴിയുന്നത്ര ആളുകളിലേക്ക് എത്തിക്കുക. ഈ മലയാളം പരിഭാഷ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.